നമ്മുടെ സ്വന്തം യൂട്യൂബ് ചാനലായ വെബോക്സ് മലയാളത്തിൻ്റെ മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹാർദവമായ സ്വാഗതം. അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ ഉള്ളത് ചെനക്കത്തൂരാണ്. ഒറ്റപ്പാലം ചെനക്കത്തൂർ. ഒറ്റപ്പാലം എന്ന് പറഞ്ഞാൽ തന്നെ എല്ലാവർക്കും അറിയാലോ, സിനിമയുടെ ഒരു ഈറ്റിലാണ് ഒറ്റപ്പാലം. അതായത് ലൊക്കേഷൻസ് ആയിട്ടും സിനിമാ പ്രവർത്തകരുടെ ഒക്കെ വീടായിട്ട് സമ്പന്നാണ് ഈ ഒറ്റപ്പാലം എന്ന് പറയുന്ന നഗരം. ഈ ചെനക്കത്തൂർ അമ്പലവും ചെനക്കത്തൂർ പൂരവും അതുപോലെ തന്നെ ഫേമസ് ആണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഒറ്റപ്പാലം ഏരിയ കൊണ്ട് തന്നെ ചെനക്കത്തൂർ അമ്പലത്തിൻ്റെ മുന്നിൽ വെച്ചിട്ട് ഇൻട്രോ എടുക്കാനുള്ള കാരണം. അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് രണ്ട് പ്രധാന സ്ഥലത്തേക്കാണ്. ഒന്ന് നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട സംവിധായകനായ ലാൽജു സാറിൻ്റെ വീട്ടിലേക്കാണ്. രണ്ടാമതെന്ന് പറയുന്നത് ഷൂട്ടിംഗ് ലൊക്കേഷനാണ്. അതായത് സല്ലാപം, അരയന്നങ്ങളുടെ വീട്, ആറാം തമ്പുരാൻ, അങ്ങനെ നിരവധി സിനിമകൾ, നിരവധി ദാദാസാഹിബ് ഉൾപ്പെടെ നിരവധി സിനിമകൾ ഷൂട്ട് ചെയ്ത ഒരു പ്രത്യേക തരം ലൊക്കേഷൻ ഈ ഒറ്റപ്പാലത്തുണ്ട്. അത് അനങ്ങന്മല, പലരും കേട്ടിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ അനങ്ങന്മല എക്കോ ടൂറിസത്തിൻ്റെ അടുത്തായിട്ടാണ് ഈ ഒരു ലൊക്കേഷൻ വരുന്നത്. അപ്പോൾ നമുക്കിനി നേരെ ലൊക്കേഷനിലേക്കും ലാൽജു സാറിൻ്റെ വീട്ടിലേക്കും പോവാം. അപ്പോൾ ചോദിച്ച് പോവാം. ഈ ചെനക്കത്തൂർ പൂരം എന്ന് പറയുന്നത് ഒരു സംഭവം പൂരം തന്നെയാണല്ലേ. ഈ അമ്പലപ്പറമ്പിലും ഈ ഗ്രൗണ്ടിലും ഈ അമ്പലത്തിൻ്റെ ചുറ്റുവട്ടത്തൊക്കെ ആയിട്ട് ആളുകൾ ഇങ്ങോട്ട് തിങ്ങി നിറഞ്ഞിട്ടുണ്ടാവും. ശരിക്കും ഒരു മിനി തൃശ്ശൂർ പൂരം തന്നെയാണ് ചെനക്കത്തൂർ പൂരം. ഇപ്പോൾ ഈ കോവിഡ് കാരണം പൂരം ഒന്നും നടക്കാത്തതുകൊണ്ട് നമുക്കൊക്കെ ഭയങ്കര മിസ്സിംഗ് ആണല്ലേ പൂരം നേർച്ചയൊക്കെ. അപ്പോൾ ഈ ചെനക്കത്തൂർ പൂരം കണ്ടവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. ഈ സ്ഥലം ആർക്കൊക്കെ ഓർമ്മയുണ്ട്? നമ്മുടെ മുന്നൊരു വീഡിയോയിൽ ഉണ്ണിമുകുന്ദൻ ചേട്ടൻ്റെ വീട്ടിലേക്ക് പോയിരുന്നു. ആ വീഡിയോ കണ്ടവർക്കൊക്കെ ഈ സ്ഥലം അറിയുന്നുണ്ടാവും. അപ്പോൾ ഇതാണ് ഉണ്ണിമുകുന്ദൻ ചേട്ടൻ്റെ വീട്ടിലേക്ക് പോകുന്ന വഴി. അപ്പോൾ ആ വീഡിയോ ആരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് പോയി കണ്ടോളൂ കേട്ടോ. ഈ ഒറ്റപ്പാലം എന്ന് പറയുന്നത് ഭയങ്കര ഒരു സ്പെഷ്യാലിറ്റി ഉള്ള സ്ഥലം തന്നെയാണ്. എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു നഗരവും അതുപോലെ തന്നെ ഗ്രാമീണ ഭംഗി ഒത്തുചേരുന്നൊരു സ്ഥലം തന്നെയാണ് ഒറ്റപ്പാലം. ഇവിടെയൊക്കെ പണ്ട് നല്ല ബ്ലോക്കായിരുന്നു. ഇപ്പോൾ 1 വേ ആയിട്ട് തിരിച്ച കാരണം ബ്ലോക്കിന് കുറച്ചൊക്കെ കുറവുണ്ട്. എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ ഞാൻ എൻ്റെ ഒറ്റപ്പാലത്തുള്ള റിലേറ്റീവ്സിൻ്റെ വീട്ടിലേക്കൊക്കെ പോകുമ്പോൾ ഈ ഒരു ഏരിയയിലേക്ക് എത്തുമ്പോൾ ഞാൻ എപ്പോഴും ഈ പ്രതിമ ശ്രദ്ധിക്കാറുണ്ടായിരുന്നു. നമ്മളൊക്കെ കുട്ടിക്കാലത്ത് ഇതുപോലത്തെ ഒരു പ്രതിമയൊക്കെ കാണുന്നത് നമുക്കൊക്കെ ഒരു അത്ഭുതമായിരുന്നല്ലോ. നമ്മളങ്ങനെ അപ്പോൾ ഷൂട്ടിംഗ് ലൊക്കേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് അനങ്ങന്മല. ഈ അനങ്ങന്മലയുടെ എക്കോ ടൂറിസത്തിൻ്റെ അടുത്താണ് നമ്മുടെ ആ ഷൂട്ടിംഗ് ലൊക്കേഷൻ വരുന്നത്. നല്ല രസമുണ്ടല്ലോ ഇത് കാണാൻ, നല്ല ഭംഗിയില്ല. അതായത് ഒരു തലയോടപ്പോടെ നിൽക്കുന്ന ഒരു മലയും ഈ വീടും കാണാൻ നല്ല ഭംഗിയുണ്ടല്ലോ അതിൻ്റെ തൊട്ട് മുന്നിലായിട്ട്. നമ്മളിത് അങ്ങനെ നമ്മുടെ ആ ഷൂട്ടിംഗ് ലൊക്കേഷൻ്റെ ഏരിയയിലേക്ക് എത്തിയത്. ഇതാണ് നമ്മുടെ നേരത്തെ ദൂരെ നിന്ന് കണ്ട അനങ്ങന്മല. ഇപ്പോൾ അടുത്ത് കാണുന്നില്ലേ, ഈ ഏരിയയിൽ വെച്ചിട്ടാണ് അപ്പോൾ ഷൂട്ടിങ്സ് ഒക്കെ നടന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ വിഷ്വൽസ് കാണിച്ചു തരാം കേട്ടോ. മലയാള സിനിമയ്ക്ക് ഒഴിച്ചുകൂടാനാവാത്ത ഒരു ഷൂട്ടിംഗ് ലൊക്കേഷൻ, അതുപോലെ ഒരു പാലം. അവിടെയാണ് ഇപ്പോൾ നമ്മൾ എത്തിയിട്ടുള്ളത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച ആ ഷൂട്ടിംഗ് ലൊക്കേഷൻ ഇതാണ്. ഈ ഒരു ഷൂട്ടിംഗ് ലൊക്കേഷന് നമ്മുടെയൊക്കെ മലയാള സിനിമയിലെ താരരാജാക്കന്മാരായ മമ്മൂക്കയുടെയും ലാലേട്ടൻ്റെയും തുടങ്ങി ഒരുപാട് നടന്മാരുടെ സിനിമകൾക്ക് ഈ ലൊക്കേഷൻ വേദിയായിട്ടുണ്ട്. നമ്മുടെ മമ്മൂക്ക ഡബിൾ റോളുകളിൽ അഭിനയിച്ച ദാദാ സാഹിബ്, അതുപോലെ ദ്രോണ തുടങ്ങിയ സിനിമകൾ ഈ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ ധാരാളം സീൻസ് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അതായത് നവ്യ നായരും കൊണ്ട് നമ്മുടെ തിലകൻ ചേട്ടൻ കാറിൽ പോകുന്നൊരു സീനുണ്ട്. അവിടെ നമ്മുടെ മമ്മൂക്ക സ്റ്റൈലിഷായി വന്നിട്ട് നവ്യ നായരെ കാറിൽ നിന്ന് ഇറക്കിയിട്ട് കൊണ്ടുപോകുന്നൊരു സീനൊക്കെ ഉണ്ട്. അത് ഷൂട്ട് ചെയ്തിട്ടുള്ളത് ഈ പാലത്തു നിന്നാണ്. അതുപോലെ ആറാം തമ്പുരാനിലും നമ്മുടെ ലാലേട്ടൻ്റെ ഒരു മാസ സീനും ഈ ഒരു പാലത്തിൻ്റെ മുകളിൽ വെച്ചിട്ടുണ്ട്. അവിടെ ഒരു അനങ്ങമല പാറ കാണാം. അനങ്ങമല മലയുടെ മുകളിലുള്ള പാറകൾ കാണാം. അതൊക്കെ നമുക്ക് ലാലേട്ടൻ്റെ ബാക്ക്ഗ്രൗണ്ടായിട്ടൊക്കെ കാണാം. അതുപോലെ തന്നെ ദാദാ സാഹിബ് സിനിമയിൽ നമ്മുടെയൊക്കെ ഒരു മണിച്ചേട്ടൻ്റെ ഒരു നാടൻ പാട്ട് എല്ലാവരും കേട്ടിട്ടുണ്ടാവും. മണിച്ചേട്ടനും മമ്മൂക്കും കൂടിയിട്ട് ഒരു കാളവണ്ടിയിൽ വരുമ്പോൾ ഒരു നാടൻ പാട്ടൊക്കെ പാടുന്നൊരു നല്ല മനോഹരമായിട്ടുള്ളൊരു പാട്ട് തന്നെയാണത്. അതും ചിത്രീകരിച്ചിട്ടുള്ളത് ഈ പാലത്തുമ്പോൾ തന്നെയാണ്. ഈ പാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സൂപ്പർ പാലമാണ്. അതുപോലെ തന്നെ നല്ല സൂപ്പർ പ്ലേസുമാണ്. ഈ സ്ഥലം വരുന്നത് നമ്മുടെ അനങ്ങമല എക്കോ ടൂറിസത്തിൻ്റെ ഓപ്പോസിറ്റൊക്കെ ആയിട്ടാണ് ഈ പാലം വരുന്നത്. അക്വഡിക് പാലം എന്നാണ് ഈ പാലത്തിൻ്റെ പേര്. ശരിക്കും പാലത്തിൽ കൂടെ അങ്ങനെ ഗതാഗതമൊന്നുമില്ല. ഇന്ന് സൺഡേ ആയ കാരണം ധാരാളം ആളുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും കുറേ വണ്ടികൾ, ബൈക്കുകളും കാറുകളൊക്കെ ഉണ്ട്. അതായത് നല്ല ഒരു ടൂറിസ്റ്റ് സ്പോട്ട് തന്നെയാണിത്. മണിച്ചേട്ടൻ്റെ പാട്ടുകൾക്ക് വല്ലാത്തൊരു ഫീലാണല്ലേ. നമ്മളതിങ്ങനെ കേട്ടോണ്ടേ ഇരുന്ന് പോകും. ഞങ്ങൾ മണിച്ചേട്ടനിക്കുള്ള ഒരു ട്രിബ്യൂട്ട് എന്നുള്ള നിലക്ക് മണിച്ചേട്ടൻ്റെ വീട്, പാടി, മണിച്ചേട്ടൻ അന്തി ഉറങ്ങുന്ന മണ്ണ്, മണിച്ചേട്ടൻ അച്ഛന് വേണ്ടി പണിത സ്മാരകം, ഇവയൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോ ആരെങ്കിലും മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ ഒക്കെ അതൊന്ന് പോയി കണ്ടോളൂ കേട്ടോ. അതെ, താൻ മെല്ലെ എഴുന്നേറ്റ് ജനലിനരികിലേക്ക് വരുന്നു.
അപ്പോൾ വിദൂരതയിൽ ഉറങ്ങാതെ കണ്ണിൽ എണ്ണ ഒഴിച്ച് ഒരു പാവം നക്ഷത്രം. ആ നക്ഷത്രം തന്നെ തന്നെ നോക്കി പറയും, ഐ ലവ് യു. കാള വാല് പൊക്കണ കണ്ടപ്പോഴേ മനസ്സിലായി സൂക്കട് എന്താണെന്ന്. കോയമ്പത്തൂർ പോയിരിക്കായിരുന്നു ഇന്നലെ ഞാൻ. വന്നപ്പോ അടുത്തേമ്മ പറഞ്ഞിട്ട് അറിഞ്ഞത്. മുറിവ് അധികം ഉണ്ടോ? സാരില്ല. ഇതിനു മുമ്പ് ഉണ്ടായിട്ട് ഉപദ്രവം? ഇടയ്ക്കിടയ്ക്ക് അച്ഛൻ. ഇതൊരു അടിപൊളി സ്പോട്ട് തന്നെയാണ്. ഭംഗി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത ഭംഗിയാണ് ഇവിടെ. അപ്പോൾ ഫാമിലിയൊക്കെ ആയിട്ട് വരാൻ പറ്റിയൊരു സ്പോട്ട് തന്നെയാണ്. ഇതിൻ്റെ അടുത്ത് തന്നെയാണ് അനങ്ങമല എക്കോ ടൂറിസം വരുന്നത്. അപ്പം നമുക്ക് അധികം സമയം കളയേണ്ട ലാൽജോ സാറിൻ്റെ വീട്ടിലേക്ക് പോവാം. ഇത് ഒറ്റപ്പാലം മായന്നൂർ പാലത്തു നിന്നുള്ള ദൃശ്യമാണ്. എന്ത് ഭംഗിയാണല്ലോ ഇവിടെ കാണാൻ. പുഴയിൽ കാര്യമായിട്ട് വെള്ളമൊന്നും ഇല്ലെങ്കിലും ഭംഗിക്ക് ഒരു കുറവുമില്ല. ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, ഒറ്റപ്പാലം എന്ന് പറയുന്നത് ഒരു സമ്മിശ്ര ഏരിയ ആണ്. അതായത് ഗ്രാമഭംഗിക്ക് ഗ്രാമഭംഗി എന്ന സിറ്റിയാണോ എന്നത് പക്ക സിറ്റിയാണ്. അതുപോലത്തെ ഒരു സ്ഥലം എന്ന് പറയുന്നത് അധികം ഉണ്ടാവില്ല ഇത്രയും ഗ്രാമഭംഗി ഉള്ളത്. ഈ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്നത് അനങ്ങന്മലയാണ്. നമ്മളിപ്പോൾ വന്ന അനങ്ങന്മലയാണ്. എനിക്ക് പട്ടാമ്പി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏറ്റവും ഇഷ്ടമുള്ള ഒരു സ്ഥലം തന്നെയാണ് ഈ ഒറ്റപ്പാലം എന്ന് പറയുന്നത്. ഈ വ്യൂ വേറെ ലെവലാണല്ലേ. ഇത് കാണുമ്പോൾ ശരിക്കും പുഴ ഒരു പച്ച പൊതിച്ച് കിടക്കുന്ന ഒരു ഫീല് തോന്നുന്നില്ലേ? ആ നീല നിറത്തിലുള്ള ആകാശം, പുഴയൊക്കെ ഒരു സ്വർഗം തന്നെയാണല്ലേ, സ്വർഗം. ഇതേ ആ ദൂരത്തിൽ കാണുന്നത് നമ്മുടെ ലാൽജോ സാർ താമസിക്കുന്ന റെസിഡൻഷ്യൽ ഏരിയ ആണ്. നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം. ഇപ്പം ഞങ്ങളുള്ളത് നമ്മൾ നേരത്തെ ആ പാലത്തു നിന്ന് കണ്ട ആ റെസിഡൻഷ്യൽ ഏരിയയിലാണ്. ഇത് വരുന്നത് ഒരു വാക്ക് വേയും അതുപോലെ ഒരു റിഫ്രഷിങ് ഏരിയയൊക്കെയാണ്. ഇത് ശരിക്കും ഒരു പബ്ലിക് സ്പേസ് അല്ല, ഇതൊരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. അതായത് നമ്മുടെ ലാൽജോ സാർ വരുന്ന റെസിഡൻഷ്യൽ ഏരിയക്കാരുടെ അണ്ടറിൽ വരുന്ന ഒരു പ്രൈവറ്റ് ഏരിയ ആണിത്. ഇത് അവർക്ക് വൈകുന്നേരങ്ങളിൽ വന്ന് ഇരിക്കാനും അതുപോലെ രാവിലത്തെ ജോഗിങ്ങിനൊക്കെ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ നമ്മളൊക്കെ വൈകുന്നേരം നമ്മുടെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഇവിടെ ഇങ്ങനെ വന്നിരിക്കുകയാണെങ്കിൽ എന്ത് രസമായിരിക്കും അല്ലേ. നമ്മളോരോ വർത്താനൊക്കെ പറഞ്ഞിട്ട് ഇളങ്കാറ്റ് കയറ്റി ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരു പ്രത്യേക ഫീൽ തന്നെ ആയിരിക്കും ഇത്. അപ്പോൾ ഇതാണ് നമ്മുടെ ലാൽജോ സാറിൻ്റെ വീട്. ഞങ്ങളങ്ങനെ ലാൽജോ സാറിൻ്റെ വീട് തിരഞ്ഞ് ആളുകളോട് ചോദിച്ച് കണ്ടുപിടിച്ചു. ഒരു ഇരുനില വീടാണ് ഇത്. വീടിൻ്റെ സൈഡാണ് വരുന്നത്. ഇതിൻ്റെ ഫ്രണ്ട് ഭാഗം വരുന്നത് നമ്മൾ നേരത്തെ കണ്ട പുഴയുടെ ഏരിയയിലേക്കാണ്. ശരിക്കും ലാൽജോ സാറിൻ്റെ ഒക്കെ ഒരു ഭാഗ്യം തന്നെയാണല്ലോ ഇവിടേക്ക് ഇങ്ങനെ നല്ല വിഷ്വൽസൊക്കെ കണ്ട് ഇങ്ങനെ താമസിക്കുക, ജീവിക്കുക എന്നൊക്കെ പറയുന്നത്. പക്ഷെ നമുക്ക് ലാൽജോ സാറിനെ കാണാൻ പറ്റിയിട്ടില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ലാൽജോ സാറ് ഇപ്പോൾ ഇവിടെ ഇല്ല എന്നാണ് ഇവിടുത്തെ ഒരു അയൽവാസിയായിട്ടുള്ളൊരു ചേട്ടൻ പറഞ്ഞത്. ലാൽജോ സാറ് കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഇവിടെ ഇല്ല, എത്ര ഇവിടെയൊക്കെ പോയിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ലാൽജോ സാറുള്ളപ്പോൾ വന്നിട്ട് എന്തായാലും ഒരിക്കൽ കൂടെ ഈ വീടും ലാൽജോ സാറിനെയൊക്കെ കാണിക്കാം. എന്തായാലും വീട് നന്നായിട്ടുണ്ട്. ഒരു വലിയ പറമ്പിൻ്റെ നടുക്ക് വരുന്ന ഒരു അടിപൊളി വീട്. ഞങ്ങൾ വരുന്ന വഴി കണ്ട ഒരു കാഴ്ച ഇനി നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. ഈ ജ്വല്ലറി എല്ലാവർക്കും അറിയില്ലേ, ഇതാണ് ചെമ്മണ്ണൂർ ജ്വല്ലറി. ചെമ്മണ്ണൂർ ജ്വല്ലറി എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് എല്ലാവർക്കും ആദ്യം ഓർമ്മ വരിക ബോബി ചെമ്മണ്ണൂരിനാണ്. അദ്ദേഹം ഇപ്പോൾ കേരളത്തിൽ നമ്പർ 1 ട്രെൻഡിങ് ആണല്ലോ. ഉള്ള ട്രോളന്മാരെല്ലാവരും കൂടി അദ്ദേഹത്തെ അടപടലും ട്രോളിങ് കൊണ്ടിരിക്കുകയാണ്. ഇത് അദ്ദേഹത്തിൻ്റെ കാറാണ്. അദ്ദേഹം 6ാം ക്ലാസ് പഠിക്കുമ്പോൾ നാഷണൽ ഹൈവേ കൂടെ ഓടിച്ചു പോയ കാറും അതുപോലെ 9ാം ക്ലാസ് പഠിക്കുമ്പോൾ കാമുകിനെ കാണാൻ ബാംഗ്ലൂർക്ക് പോയ കാറും ഇതല്ല കേട്ടോ. കാരണം ഇത് പുതിയ മോഡലാണ്. DC എന്ന് പറയുന്ന കമ്പനിയുടെ അവാൻറ്റി എന്ന് പറയുന്ന മോഡലാണ് ഇത് വരുന്നത്. ഈ കമ്പനി ഈ ഒരു അവാൻറ്റി എന്ന് പറയുന്ന മോഡൽ മാത്രമേ പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ളൂ. അതും 2 കളറിൽ മാത്രം. എന്തായാലും അടിപൊളി കാറാണല്ലോ. ഒരു ലംബോർഗിനിയുടെ കട്ടൊക്കെ ഉണ്ട്, സൂപ്പറായിട്ടുണ്ട്. അപ്പോൾ ബോബി ചെമ്മണ്ണൂർ ചേട്ടൻ എത്രത്തോളം തള്ളാണെന്നൊന്നും നമുക്കറിയില്ല. എങ്കിലും അദ്ദേഹത്തിൻ്റെ തള്ളു കേൾക്കാൻ അല്ലെങ്കിൽ ആ സംസാരം കേൾക്കാൻ നല്ല രസമാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്തോളൂ കേട്ടോ. നിങ്ങളുടെ നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് ചെയ്തോളൂ. അപ്പോൾ എല്ലാവർക്കും ശുഭദിനം. താങ്ക്സ്.